നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഷാജി, ആലപ്പുഴ ജില്ലയിൽ എരമല്ലൂരിൽ നിന്നും വരുന്നു. എൻ്റെ മോള് കഴിഞ്ഞ ജൂൺ 21 ഇവിടെ ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ എനിക്ക് പെരുമഴ പോലെ മാതാവിൻ്റെയും യേശുവിൻ്റെയും അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തിനരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല. ഞാനും മോളും ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് നടന്നില്ല. അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയി. പിന്നെ വന്ന് മോൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ആ മാതാവിൻ്റെ അടുത്ത് പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ 3-4 വട്ടം മാതാവിൻ്റെ അടുക്കൽ കയറുമ്പോൾ എൻ്റെ കണ്ണ് എന്തിനെന്നറിയാതെ നനഞ്ഞു പോകുമായിരുന്നു. ഞാനത് ശരിക്കും ഒരു പരീക്ഷണമാണോ എന്ന് ആലോചിച്ചു. ഞാൻ കുമ്പസാരിച്ചിട്ട് കുറേ നാളായി. അന്ന് ഞാൻ കുമ്പസാരിക്കുകയും വീട്ടിൽ പോവുകയും ചെയ്തു. പോകുന്ന വഴിയിൽ മോൾ എന്നോട് പറഞ്ഞു, പപ്പേ, ഞാനല്ല ഉടമ്പടി എടുക്കേണ്ടത്, പപ്പയായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് രാത്രി എനിക്കൊരു അനുഗ്രഹം പോലെ ഒരു വെളിപാട് കിട്ടി, പിതാവായ ദൈവത്തോട് ചേർന്നിരിക്കുമെന്ന്. അന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:30 എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ നിയോഗം കമൻറ്റ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു തടസ്സവും കൂടാതെ എനിക്ക് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അതിൽ ഒന്നാമത്തെ എൻ്റെ അനുഭവം, എൻ്റെ മോനെ MSWന് കേരളത്തിൽ 3 കോളേജിലാണ് അഡ്മിഷൻ കൊടുത്തത്. അവന് ലാസ്റ്റ് അലോട്ട്മെൻറ്റും കഴിഞ്ഞിട്ട് അഡ്മിഷനൊന്നും ആയില്ല. അപ്പോൾ അവനെന്നോട് പറഞ്ഞു, പപ്പേ, എനിക്ക് പുറത്തു പോയി പഠിക്കാൻ കഴിയില്ല, എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ പപ്പ വാങ്ങിച്ചു തരുമോ? ഞാൻ ഒരു സർക്കാർ ജീവനക്കാരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞു. മോളോട് ഞാൻ പറഞ്ഞു, മോളെ, മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം എനിക്ക് വേണം എന്ന് പറഞ്ഞു. മോൾ അതെനിക്ക് തന്നു. ഞാൻ അതുമായിട്ട് എൻ്റെ ഓഫീസിൽ അന്നൊരു സാറ് വിസിറ്റിന് വരുമായിരുന്നു. ഞാൻ ഇത് കയ്യിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി സാറിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, സാറേ, എൻ്റെ മോന് MSWന് ഒരു അഡ്മിഷൻ വേണം, സാർ എനിക്കത് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് ഒന്നും എന്നോട് പറയാതെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഫോണെടുത്ത് ആരെയോ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ നാളെ തന്നെ പോയി മോനോട് അഡ്മിഷൻ എടുക്കാൻ പറയണം. 30,000 ഒരു സെമ്മിന് 30,000 രൂപയാണ്, കെട്ടാനുണ്ടാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, 30,000 രൂപ പെട്ടെന്ന് എടുക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി 10,000 രൂപയും അവിടെ കേട്ട് നിന്നൊരു സാറ് വഴി 20,000 രൂപയും എനിക്ക് അപ്പം തന്നെ കിട്ടി. ഞാനത് മോനെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നീ നാളെ പോയി അഡ്മിഷൻ എടുക്കുമെന്ന്. അത് അപേക്ഷ പോലും കൊടുക്കാത്ത കോളേജിലാണ് അവൻ അഡ്മിഷൻ കിട്ടിയത്. അത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ മോള് TTCക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ഞങ്ങൾ എറണാകുളം ജില്ലയിലെ ഒരു TTC സെൻറ്ററിൽ ചെന്നിരുന്നു. അവിടെ മോള് ഇൻ്റർവ്യൂവിൽ പരാജയപ്പെടുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് TTCയോട് താല്പര്യം തന്നെ ഇല്ലാതായി. പഠിക്കണം എന്നുണ്ട്, പക്ഷേ ഇൻ്റർവ്യൂ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു, മോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മോൾക്ക് പോയി വരാവുന്ന ദൂരത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടും എന്ന് പറഞ്ഞു. മോളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഉടമ്പടി ഉപ്പുമായി ഞാൻ TT സെൻറ്ററിൽ ചെല്ലുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ആ ബോക്സിൽ അത് ഇടുകയും ചെയ്തു. അതിന് ഫലമായി അന്ന് ഒരു റിട്ടയർഡ് ജഡ്ജിയായിരുന്നു അവളുടെ ഇൻ്റർവ്യൂവിന് അവൾക്ക് ഉണ്ടായിരുന്നത്. അവളോട് ഒരു കാര്യവും ചോദിച്ചില്ല, മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, മോൾക്ക് ഈ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടും എന്ന് സാർ ഉറപ്പ് പറഞ്ഞു. പിന്നെ 2014 മുതൽ ഞങ്ങളുടെ 10-11 ശമ്പള പരിഷ്കരണം പെൻഡിങ്ങായി കിടക്കുകയായിരുന്നു. എക്സ്പെർട്ട് കമ്മിറ്റി എന്നും പറഞ്ഞ് ഫിനാൻസ് ഒത്തിരി തള്ളിയ കേസായിരുന്നു. എൻ്റെ മോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2 ആഴ്ചത്തേക്കുള്ളിൽ ഞങ്ങൾക്ക് മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് 10-11 ശമ്പള പരിഷ്കരണം നടപ്പാക്കി തന്നു. പിന്നെ എൻ്റെ ഒരു സാറിൻ്റെ കാര്യമായിരുന്നു. എൻ്റെ സാറ് ഞാനുമായിട്ട് അടുപ്പമുള്ളതാണ്, മാനേജിങ് ഡയറക്ടറാണ്. എൻ്റെ സാറിനെ CMൻ്റെ ഓഫീസ് വഴി പൊതുഭരണ വകുപ്പിൽ നിന്നും ഉത്തരവായി സാറിനെ മാറ്റി അവിടെ ഒരു IASകാരനെ കൊണ്ടുവരാനായിട്ട് ഉത്തരവ് ഇറങ്ങിയത്. ആ ഉത്തരവ് ഞങ്ങളുടെ സെക്ഷനിൽ JS, അതായത് ജോയിൻറ്റ് സെക്രട്ടറി പാസ്സാക്കി കഴിഞ്ഞാൽ സാറിന് അവിടെ നിന്ന് മാറേണ്ടി വരും. എല്ലാവർക്കും ഭയങ്കര സങ്കടമായി.
ഞാനപ്പോൾ സാറിനോട് പറഞ്ഞു, സാറേ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സാർ ഈ ഓഫീസിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ ഉപ്പും കൃപാസനം പത്രവും മാതാവിൻ്റെ കാശുരൂപവും സാറ് പോലും അറിയാതെ സാറിൻ്റെ ടേബിളിൽ കൊണ്ട് ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു. JS കാണേണ്ട ഫയൽ ACS വഴി മിനിസ്റ്ററുടെ ചെന്ന് 2 ദിവസം ഹോൾഡായി. 3-ാമത്തെ ദിവസം മിനിസ്റ്ററുടെ PS വിളിച്ച് സാറിനോട് പറഞ്ഞു, യു കണ്ടിന്യൂ എന്ന് പറഞ്ഞു. അത് ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാനത് എൻ്റെ ഓഫീസിൽ എല്ലാവരോടും പറയുമായിരുന്നു, സാർ ഒരിക്കലും പോകില്ല എന്ന്. ഇത് കഴിഞ്ഞപ്പോൾ സാർ ഒരു ഹിന്ദു മതവിശ്വാസിയാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു കാഴ്ചവസ്തു വെച്ചിട്ടുണ്ട്, അത് സാറ് എടുത്ത് കളയരുതെന്ന് പറഞ്ഞു. സാർ അത് നോക്കിയിട്ട് പറഞ്ഞു, അത് അവിടെ തന്നെ ഇരിക്കട്ടെ, നിൻ്റെ പ്രാർത്ഥന ഫലിക്കും എന്ന്. അടുത്തത് എൻ്റെ സഹോദരി എന്നോട് ചോദിച്ചു, തനിക്ക് എങ്ങനെയാണ് ഇതിൽ കൂടുതൽ വിശ്വാസം വന്നതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കൊരു വചനം കിട്ടി, പിതാവായ ദൈവത്തോട് ചേർന്നിരിക്കുമെന്ന്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ കിട്ടുക. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാമെന്ന്. ഞങ്ങളങ്ങനെ കൃപാസനത്തിൽ വന്നു. അപ്പോൾ എന്നോട് വരുന്ന വഴി പെങ്ങൾ പറഞ്ഞു, പെങ്ങളുടെ മോനെ UK-യിൽ HR-ൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ജോലിയൊന്നും ആകാതിരിക്കുന്ന സമയമാണ്, അവന് ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമാണ്. പെങ്ങൾ എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടക്കും, നീ ഒന്ന് എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ 30-ാം തീയതിക്കുള്ളിൽ അവന് ജോലിക്കുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം ആകണമെന്ന്. ഞങ്ങൾ വീട്ടിൽ എത്തുന്നതിന് മുൻപേ തന്നെ അവൻ വിളിച്ചു, അമ്മേ എനിക്ക് ജോലി ശരിയായെന്ന്. പിന്നെ എൻ്റെ പ്രമോഷൻ കുടിശ്ശിക KSR പ്രകാരം 1 വർഷം പിന്നോട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. സർക്കാർ തലത്തിൽ തീരുമാനമാകാതെ ഞങ്ങൾ കോടതിയിൽ പോകേണ്ടി വരും എന്നുള്ള കാഴ്ചപ്പാടിലായിരുന്നു. അന്ന് കഴിഞ്ഞ മാസം 2-ാം തീയതി നടന്ന ബോർഡ് ഡയറക്ടർ മീറ്റിങ്ങിൽ ഞാൻ തയ്യാറാക്കി കൊടുത്ത അജണ്ട ഒരു ലെവലേഷൻ പോലും മാറാതെ ബോർഡിൽ വെക്കുകയും ബോർഡ് എൻ്റെ മാനേജിംഗ് ഡയറക്ടർ വശം കുടിശ്ശിക നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ ഫയൽ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ കൃപാസനം പത്രവും മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും തേനും എൻ്റെ ബാഗിലുണ്ടാവും. ഞാൻ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പോകുന്ന വഴി RCCയിൽ വരുന്ന രോഗികളുണ്ടാവും. അവർക്ക് ഇത് കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവരോട് പറയും, മാതാവിന് ഉറക്കെ പിടിച്ചോ, എല്ലാ അസുഖവും ഭേദമാകുമെന്ന്. അതേപോലെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ അവന് സുഖമില്ലായിരിക്കണേ, അവനെ പോയി കണ്ട് പ്രാർത്ഥിച്ച് കാശുരൂപമൊക്കെ കൊടുത്ത് പോരാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം മോനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഞാനിവിടുത്തെ കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ കൊന്ത അവൻ്റെ കഴുത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വീഴ്ചയായിരുന്നു അവൻ വീണെങ്കിലും ഒരു ചെറിയ പരിക്കുകൾ മാത്രം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അതും മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഇത്രയൊക്കെ എനിക്ക് തന്ന എൻ്റെ മാതാവിനും എൻ്റെ യേശുവിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു.